UAEയിലെ ഏറ്റവും വലിയ ഹൈവേ ആയ ഷെയ്ഖ് സായിദ് റോഡിലൂടെയാണ് നമ്മളുടെ യാത്ര. UAEയിലെ 7 എമിറേറ്റ്സുകളെയും തമ്മിൽ ബന്ധിപ്പിച്ച് കടന്നു പോകുന്ന പ്രധാന പാതയാണ് E11 എന്നും പേരുള്ള ഷെയ്ഖ് സായിദ് റോഡ്. അബുദാബിയിൽ നിന്നും റാസൽ ഖൈമ വരെ 558 കിലോമീറ്ററാണ് ഈ റോഡിന്റെ നീളം. ഇപ്പോൾ നമ്മളുടെ വലതുവശത്തായി ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായ ബുർജ് ഖലീഫ കാണാം. ൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച ഈ ഹൈവേ 1980 ഗതാഗതത്തിനായി തുറന്നുകൊടുക്കപ്പെട്ടു. ദുബൈയിലെ ഒട്ടുമിക്കവാറും അമ്പരചുംബികളും പ്രധാന സ്ഥാപനങ്ങളുമെല്ലാം ഷെയ്ഖ് സായിദ് റോഡിന്റെ ഇരുവശങ്ങളുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ദുബൈ വേൾഡ് ട്രേഡ് സെന്റർ, എമിറേറ്റ് സെന്റർ, ദുബൈ മാൾ, ബുർജ് ഖലീഫ എന്നിവയെല്ലാം ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമായാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ വലതുഭാഗത്തായി കാണുന്ന സവിശേഷ രൂപത്തിലുള്ള നിർമ്മിതിയാണ് ദുബൈ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ. ദുബൈ മാളിനോടും ബുർജ് ഖലീഫയോടും ചേർന്ന് 30 ഏക്കറോളം വരുന്ന മനുഷ്യനിർമ്മിതമായ ബുർജ് ഖലീഫ തടാകത്തിലാണ് ദുബൈ ഫൗണ്ടൻ. ഉച്ചയ്ക്ക് 1:30 ദുബൈ ഫൗണ്ടൻ പ്രദർശനമാണ് നമ്മളിപ്പോൾ കാണുന്നത്. സംഗീതത്തിനനുസരിച്ച് നൃത്തം ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർ ഫൗണ്ടനുകളിലൊന്നാണ് ദുബൈ ഫൗണ്ടൻ. ലോകപ്രശസ്ത അമേരിക്കൻ കമ്പനിയായ വെറ്റ് ഡിസൈനാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. 5 വ്യത്യസ്ത വലുപ്പത്തിലുള്ള വൃത്തങ്ങളും അവയെ ബന്ധിപ്പിക്കുന്ന ആർച്ചുകളും ചേർന്നാണ് ദുബൈ ഫൗണ്ടൻ സജ്ജീകരിച്ചിരിക്കുന്നത്. അടി നീളമുള്ള ഈ ഫൗണ്ടൻ ഒരേ സമയം ഏകദേശം 83,000 ലിറ്റർ വരെ ജലം സ്പ്രേ ചെയ്യുന്നു. 500 അടി വരെ ഉയരത്തിൽ ജലം ഷൂട്ട് ചെയ്യുവാൻ കഴിയുന്ന വാട്ടർ ജെറ്റുകൾ ദുബൈ ഫൗണ്ടനിലുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും 1:30 2 പ്രദർശനങ്ങളും, വൈകിട്ട് 6 മണി മുതൽ അരമണിക്കൂർ ഇടവിട്ട് 10 മണി വരെയുമാണ് പ്രദർശനങ്ങൾ നടക്കാറുള്ളത്. വാരാന്ത്യങ്ങളിൽ രാത്രി 11 മണി വരെ പ്രദർശനം തുടരും. $6,600 ലൈറ്റുകളും 50-ൽ പരം പ്രൊജക്ടറുകളും ചേർന്നാണ് ഈ ദൃശ്യവിരുന്നൊരുക്കുന്നത്. പ്രശസ്തങ്ങളായ അറബിക്, ഇംഗ്ലീഷ് ഗാനങ്ങളാണ് ഈ ഫൗണ്ടന് പശ്ചാത്തലമൊരുക്കുന്നത്.
ദുബൈ മാൾ സന്ദർശിച്ച് ദുബൈ ഫൗണ്ടന്റെ കാഴ്ചകൾ കണ്ട് ബുർജ് ഖലീഫയിലെ ലേസർ പ്രദർശനവും ആസ്വദിക്കുവാൻ അനേക സഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ദുബൈയിലെ മിറക്കിൾ ഗാർഡനിലെ ചില കാഴ്ചകൾ നമുക്ക് കാണാം. ആരംഭിച്ച ഈ ഉദ്യാനത്തിന് 72,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുണ്ട്. ലക്ഷക്കണക്കിന് ചെടികളാലും പുഷ്പങ്ങളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന മിറക്കിൾ ഗാർഡൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉദ്യാനമാണ്. എല്ലാ വർഷവും ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ് ഈ ഉദ്യാനം സന്ദർശകർക്കായി തുറന്നു കൊടുക്കുന്നത്. മാൾ ഓഫ് എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷനിൽ നിന്നും ഇവിടത്തേക്ക് RTA ബസ്സുകൾ ലഭ്യമാണ്. ലക്ഷക്കണക്കിന് സസ്യങ്ങളാലും പുഷ്പങ്ങളാലും തീർത്ത ഇവിടുത്തെ കാഴ്ചകൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ ആകർഷിക്കുന്നു. ദുബായിലെത്തുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് മിറക്കിൾ ഗാർഡൻ. ഇന്ന് നമ്മൾ ഒരു ഡെസേർട്ട് സഫാരി പോവുകയാണ്. മരുഭൂമിയിലെ ആഘോഷമായ ഡെസേർട്ട് സഫാരിയുടെ കാഴ്ചകൾ നമുക്കിന്ന് കാണാം. പ്രത്യേകമായി സജ്ജീകരിച്ച 4-വീൽ ഡ്രൈവ് വാഹനങ്ങളിൽ മരുഭൂമിയിലെ മണൽ കൂനകളിലൂടെയുള്ള സാഹസികമായ സഞ്ചാരത്തോടുകൂടിയാണ് ഡെസേർട്ട് സഫാരി ആരംഭിക്കുന്നത്. രസകരവും സാഹസികവുമായ ഈ യാത്രയാണ് ഡൂൺ ബാഷി.
ഡെസേർട്ട് സഫാരി ക്യാമ്പിൽ എത്തിക്കഴിഞ്ഞാൽ സ്ക്വാഡ് ബൈക്കിംഗ്, ക്യാമൽ റൈഡിംഗ്, സാൻഡ് ബോർഡിംഗ് എന്നീ വിനോദങ്ങൾക്കുള്ള സൗകര്യങ്ങളുണ്ട്. മികച്ച സൗകര്യങ്ങളാണ് ക്യാമ്പിനുള്ളിൽ ഒരുക്കിയിട്ടുള്ളത്. വലിയൊരു സ്റ്റേജും ചുറ്റുമായി ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നു. ക്യാമ്പിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ലഘുപാനീയങ്ങളും ചായയും ആസ്വദിക്കാം. വിവിധ ഭക്ഷണ പദാർത്ഥങ്ങളും കരകൗശല വസ്തുക്കളും വിൽക്കുന്ന സ്റ്റാളുകൾ ഇവിടെയുണ്ട്. സാൻഡ് ആർട്ട് ചെയ്യുന്ന ഒരു കലാകാരനാണിത്. 30 ദിർഹം മുതൽ വിലയുള്ള സാൻഡ് ആർട്ടുകൾ ഇവിടെ ലഭ്യമാണ്. വിവിധ കലാപ്രദർശനങ്ങൾ ഇവിടെ അരങ്ങേറുന്നുണ്ട്. അവയിൽ ആദ്യത്തെ ഐറ്റമാണ് തനൂറ ഡാൻസ്. ഈജിപ്ത്, തുർക്കി എന്നിവിടങ്ങളിലുള്ള ഒരു കലാരൂപമാണ് തനൂറ ഡാൻസ്. അടുത്തതായി ബെല്ലി ഡാൻസ് ആണ്. ബെല്ലി ഡാൻസ് അവതരിപ്പിക്കുന്ന കലാകാരി സ്റ്റേജിലെത്തി നൃത്തം അവതരിപ്പിച്ചു തുടങ്ങി. ബെല്ലി ഡാൻസ് കഴിയാറായപ്പോഴേക്കും ഡിന്നർ കഴിക്കുന്നതിനുള്ള സമയമെത്തി. ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോഴേക്കും അടുത്ത ഐറ്റമായ ഫയർ ഡാൻസ് ആരംഭിച്ചു കഴിഞ്ഞു. ഭക്ഷണം ഉൾപ്പെടെ 50 ദിർഹത്തിൽ തുടങ്ങുന്ന ഡെസേർട്ട് സഫാരി പാക്കേജുകൾ തീർച്ചയായും നല്ലൊരു അനുഭവമാണ്. ദുബായ് ബോർഡറിലുള്ള ഡെസേർട്ട് സഫാരി ക്യാമ്പിൽ നിന്നും നമ്മൾ തിരിച്ചു പോവുകയാണ്. UAE-യിൽ എത്തുന്ന സഞ്ചാരികൾ തീർച്ചയായും ആസ്വദിക്കേണ്ട ഒന്നാണ് ഡെസേർട്ട് സഫാരി. ദുബൈയിൽ നിന്നും 134 കിലോമീറ്റർ കിഴക്കായി ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ എന്നീ എമിറേറ്റ്സുകളുമായും അയൽ രാജ്യമായ ഒമാനുമായും അതിർത്തി പങ്കിടുന്ന ദുബൈയുടെ ഭാഗമായ പ്രദേശമാണ് ഹട്ട. മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഡാമും അതിനോട് ചുറ്റുമുള്ള പ്രദേശങ്ങളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കയാക്കിങ്ങും ബോട്ടിങ്ങുമാണ് ഇവിടുത്തെ പ്രധാന വിനോദങ്ങൾ. കയാക്കുകൾ, പെഡൽ ബോട്ടുകൾ, വാട്ടർ ബൈക്കുകൾ, ഗ്രൂപ്പ് ബോട്ടുകൾ എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങൾ 3 പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു പെഡൽ ബോട്ടാണ് തിരഞ്ഞെടുത്തത്. മലകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ തടാകത്തിലെ ബോട്ടിംഗ് വളരെ സുഖപ്രദമായ ഒരു അനുഭവമാണ്.
ഡാമിലെ ബോട്ടിങ്ങും അത്തയുടെ സൗന്ദര്യവും ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ സഞ്ചാരികളെയും വഹിച്ചുകൊണ്ടുവരുന്ന വാഹനങ്ങളുടെ നീണ്ട നിര റോഡിൽ കാണാമായിരുന്നു. ഷെയ്ഖ് സായിദ് റോഡ്, അൽ ഖാവനീജ്, അൽ ഖുദ്ര എന്നിവിടങ്ങളിലായി 4 ലാസ്റ്റ് എക്സിറ്റ് ഫുഡ് പാർക്കുകളാണുള്ളത്. ദുബൈ അതിർത്തിയിലുള്ള ലാസ്റ്റ് എക്സിറ്റ് ഫുഡ് പാർക്കിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. സ്റ്റാർബക്സ്, AFC, ഹാർഡീസ് തുടങ്ങി അനേകം പ്രശസ്ത ബ്രാൻഡുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ആയിരത്തി 1950കളിലെ അമേരിക്കൻ ഫുഡ് ട്രക്കുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഫുഡ് പാർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറുതും വലുതുമായ അനേകം പഴയ വാഹനങ്ങൾ കൊണ്ട് ഇവിടെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. ഭക്ഷണപ്രിയർക്കും വാഹനപ്രേമികൾക്കും ഒരേപോലെ രസകരമായ അനുഭവമാണ് ലാസ്റ്റ് എക്സിറ്റ്. ലാസ്റ്റ് എക്സിറ്റിലെ ചെറിയ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. അൽഖാൻ ഏരിയയിലുള്ള ഒരു മ്യൂസിയം അക്വേറിയം സമുച്ചയമാണിത്. അക്വേറിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ വശങ്ങളിലായി മുത്തുച്ചിപ്പികൾ കൊണ്ടുള്ള മനോഹരമായ അലങ്കാരങ്ങൾ കാണാം. വളരെ മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്ന ഒരു അക്വേറിയമാണിത്. കേവലം ജലം നിറച്ച ഗ്ലാസ് ടാങ്കുകളല്ല ഇവിടെയുള്ളത്. പഴയകാലത്തെ കപ്പലുകളുടെയും തുറമുഖങ്ങളുടെയും രൂപങ്ങളും ഭിത്തികളിൽ മനോഹരമായ ചിത്രങ്ങളാലും അലങ്കരിച്ചിരിക്കുന്നു. കടലിലെ ആവാസ വ്യവസ്ഥ തന്നെ പുനഃസൃഷ്ടിച്ചിരിക്കുകയാണിവിടെ. ജൂൺ 16 ഈ അക്വേറിയം പ്രവർത്തനം ആരംഭിച്ചത്. 2 നിലകളിലായി 6500 സ്ക്വയർ മീറ്റർ ഏരിയയിലാണ് ഈ അക്വേറിയം സജ്ജീകരിച്ചിരിക്കുന്നത്. 18 ലക്ഷം ലിറ്റർ വെള്ളം വഹിക്കുവാൻ കഴിയുന്ന 21 അക്വേറിയങ്ങളാണ് ഇവിടെയുള്ളത്. സ്രാവുകൾ, നക്ഷത്ര മത്സ്യങ്ങൾ, കടൽ കുതിരകൾ, ഈൽ ഫിഷ്, തിരണ്ടികൾ, ആമകൾ തുടങ്ങി 100-ൽ അധികം സ്പീഷീസിൽപ്പെട്ട ജലജീവികൾ ഈ അക്വേറിയത്തിലുണ്ട്. വർണ്ണമനോഹരമായ മത്സ്യങ്ങൾ, വിചിത്ര രൂപത്തിലുള്ള ജലജീവികൾ, മനോഹരമായ പവിഴപ്പുറ്റുകൾ, മറ്റു കടൽ സസ്യങ്ങൾ എന്നിവയെല്ലാം ഈ അക്വേറിയത്തിൽ വിവിധ ഭാഗങ്ങളിലായി സജ്ജീകരിച്ചിരിക്കുന്നു.
വിവിധ ഇനത്തിലുള്ള കടലാമകളുടെ ഒരു പ്രജനന പരിചരണ കേന്ദ്രമാണ് ഈ അക്വേറിയം. വളരെ വിചിത്ര രൂപമുള്ള മോറെ ഈൽ വിഭാഗത്തിൽപ്പെട്ട മത്സ്യമാണിത്. ഷാർജ അക്വേറിയവും മാരിടൈം മ്യൂസിയവും ചേർന്നുള്ള ഈ സമുച്ചയം കാണുവാനുള്ള ടിക്കറ്റ് നിരക്ക് കുട്ടികൾക്ക് 15 ദിർഹവും മുതിർന്നവർക്ക് 25 ദിർഹവുമാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണങ്ങളോട് കൂടിയ മത്സ്യങ്ങളെയും മറ്റു കടൽ ജീവികളെയും സസ്യങ്ങളെയും തൊട്ടടുത്ത് ആസ്വദിക്കുന്നത് വളരെ മനോഹരമായ ഒരു അനുഭവമാണ്. കണ്ടൽ ചെടികളും അതിനോട് ചേർന്നുള്ള ഒരു ആവാസ വ്യവസ്ഥയുമാണ് ഈ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ അക്വേറിയത്തിലെ കാഴ്ചകൾ. സമുദ്രത്തിലെ മലിനീകരണം പ്രതിനിധാനം ചെയ്യാൻ പ്ലാസ്റ്റിക് കുപ്പികളിൽ തീർത്ത ഒരു നീരാളിയുടെ ഇൻസ്റ്റലേഷൻ ഇവിടെയുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും കൗതുകവും വിജ്ഞാനവും പകരുന്നതാണ് ഇവിടുത്തെ കാഴ്ചകൾ. 2003 ഹെറിറ്റേജ് ഏരിയയിൽ ആരംഭിച്ച ഈ മ്യൂസിയം 2009 ജൂലൈ 7 അൽഖാൻ പ്രദേശത്തെ ഈ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഷാർജ അക്വേറിയവുമായി ചേർന്നുള്ള ഒരു സമുച്ചയമാണിത്. UAEയുടെ സമുദ്ര ചരിത്രവും പൈതൃകവും നമുക്കിവിടെ നിന്നും മനസ്സിലാക്കാം. കടലിൽ നിന്നും ശേഖരിച്ച അപൂർവ വസ്തുക്കൾ, പണ്ടുകാലത്ത് മത്സ്യബന്ധനത്തിനും യാത്രകൾക്കുമായി ഉപയോഗിച്ചിരുന്ന ജലയാനങ്ങൾ, അവയിൽ ഉപയോഗിച്ചിരുന്ന വിവിധതരം സാമഗ്രികൾ എന്നിവയും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. എമിറാത്തികളുടെ പരമ്പരാഗത മത്സ്യബന്ധന രീതികൾ, വ്യാപാരം, വസ്ത്രവിധാനം, ആചാരങ്ങൾ തുടങ്ങി 6000 വർഷം പഴക്കമുള്ള അറബ് ചരിത്രം ഈ മ്യൂസിയത്തിൽ പുനരാവിഷ്കരിച്ചിരിക്കുന്നു. പല കാലഘട്ടങ്ങളിലായി എമിറാത്തികൾ ഉപയോഗിച്ചു വന്നിരുന്ന വിവിധയിനം ജലയാനങ്ങളും അവയിൽ ഉപയോഗിച്ചിരുന്ന വിവിധ രീതിയിലുള്ള ഉപകരണങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. UAEയുടെ നാവിക ചരിത്രം, കടലുമായി ബന്ധപ്പെട്ട വ്യാപാരവും ജീവിതവും എന്നിവ മനസ്സിലാക്കുവാൻ ചരിത്ര വിദ്യാർത്ഥികൾക്കും സഞ്ചാരികൾക്കും ഒരേപോലെ പ്രയോജനകരമാണ് മാരിടൈം മ്യൂസിയത്തിലെ സന്ദർശനം. ഷാർജ അക്വേറിയം, ഷാർജ മാരിടൈം മ്യൂസിയം എന്നിവ ഒരുമിച്ച് കാണുന്നതിനുള്ള ടിക്കറ്റ് എടുക്കുന്നതാവും ഉചിതം. കുട്ടികൾക്ക് 15 ദിർഹവും മുതിർന്നവർക്ക് 25 ദിർഹവുമാണ് ടിക്കറ്റ് നിരക്ക്. UAEയിൽ എത്തുന്ന സഞ്ചാരികൾ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട ഒന്നാണ് ഷാർജ അക്വേറിയവും മാരിടൈം മ്യൂസിയവും ചേർന്നുള്ള ഈ സമുച്ചയം.
ഷാർജ മാരിടൈം മ്യൂസിയത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്.